അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചക്കക്കുരു കൊണ്ട് അടിപൊളിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു പേടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് പേടയെന്നോ അല്ലെങ്കിൽ പാക്കെന്നോ മൈസൂർ പാക്ക് പോലത്തെ പാക്കെന്നോ അങ്ങനെയെല്ലാം പേരും വിളിക്കാട്ടോ. പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല ഇതിന്. ഈ പേട ഉണ്ടാക്കാനായി ഞാനൊരു 1.5 കപ്പ് ചക്കക്കുരു തോല് കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്കക്കുരു നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒരു മിക്സിയുടെ ജാറിലിട്ട് ഫൈനായി ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ, അത് കാരണമാണ് അത് കാണിക്കാതിരുന്നത്. ഇനി നമുക്കിത് അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നട്ട്സ് മൂത്തപ്പോൾ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കടലമാവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് 1 സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് മൂത്ത് വന്നാൽ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചക്കക്കുരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടലപ്പൊടിയും അരച്ചെടുത്ത മിക്സും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതേ മിക്സിലേക്ക് തന്നെ നമ്മൾ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് നല്ലതുപോലെ കുലുക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ പാലിൽ കിടന്നിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ചക്കക്കുരും അതുപോലെ തന്നെ കടലപ്പൊടിയും വെന്ത് കിട്ടേണ്ടത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഈ പാലിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കുറുകി വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. പിന്നെ കൈ വെക്കാതെ ഇളക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും 1/4 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം കേട്ടോ. പക്ഷെ നല്ല മധുരം വേണം, എന്നാലേ നമ്മൾ ഇതിൽ ടേസ്റ്റ് കൂടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനൊരു തുള്ളി കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, യെല്ലോ കളറ്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് വേണം ഇത് പിന്നെ വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ഇതാ ഒരു നുള്ള് ഏലക്ക പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച അണ്ടിയും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് മധുരം നോക്കാട്ടോ, മധുരം ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തന്നെ നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് നെയ്യ് തടവി അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂട് പോയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. നല്ലൊരു അടിപൊളി സ്വീറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മധുരമുള്ള ഒരു ആലുവ എന്നൊക്കെ പറയാൻ പറ്റിയ നല്ലൊരു അടിപൊളി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.